नमस्ते बच्चों, पिछली कक्षा में हम बसंत मेरे गांव का पाठ का थोड़ा भाग पढ़ चुके हैं। तो बताइए, उसमें 3 पर्वतों के नाम बताए हैं। कौन कौन सा है? हाँ, पंचाचूली, चौखंबा, नंदा पर्वत। पंचाचूली माने क्या है? पंचाचूली 5 ചോട്ടിയോं के पर्वत है. പഞ്ചാചൂലി എന്ന് പറഞ്ഞാൽ 5 കൊടുമുടികളുള്ള പർവ്വതമാണ്. ചൗഖംബ 4 ചോട്ടിयों के पर्वत है. चौखंबा 4 കൊടുമുടികളുള്ള पर्वतമാണ്. नंदा पर्वत पंचाचूली और चौखंबा के बीच में दिखाई देने वाले पर्वत है. नंदा पर्वत पंचाचूली പിന്നെ ചൗഖംബന്റെ ഇടയിൽ നടുവിൽ കാണപ്പെടുന്ന पर्वतമാണ്. अब सूरज पंचाचूली से नंदा पर्वत तक पहुंचने पर प्रकृति में क्या क्या परिवर्तन दिखाई देता है? पता है आपको? बताइए, क्या क्या परिवर्तन दिखाई देता है? हाँ, सूरज नंदा पर्वत में पहुंचने पर प्रकृति में देखिए वहाँ पहाड़ों में പ്യോലി ഫ്ലവർ खिलने लगता है. പ്യോലി മഞ്ഞ കളറിലുള്ള ഒരു ഫ്ലവറാണ്. ആ നന്ദാ പർവ്വതത്തിലേക്ക് സൂര്യൻ എത്തുമ്പോഴത്തേക്ക് അവിടെ മഞ്ഞ കളറുള്ള പ്യോലി പറഞ്ഞ ഒരു ഫ്ലവർ വിരിയാൻ തുടങ്ങുന്നു. പിന്നെ എന്താ? सीढ़ी नुमा खेतों में गेहूं की हरियाली के बीच सरसों की पिलाई पसर जाती है. പിന്നെ സ്റ്റെപ്പായിട്ട് മുറിച്ചെടുത്ത വയലുകളിൽ ഗോതമ്പിന്റെ കൃഷിയുടെ പച്ചപ്പിനിടയ്ക്ക് കടുക് തൈരെ മഞ്ഞ പൂക്കൾ വിരിയാൻ തുടങ്ങുന്നു. അതിന്റെ മഞ്ഞ പൂക്കൾ വിരിയുന്ന സമയത്താണ് നമുക്ക് എന്താണ് മനസ്സിലാവുക? വസന്ത ഉന്മത്തമാവാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് സൂചന കിട്ടുന്നുണ്ട്. तो बताइए, ये वसंत ऋतु में एक त्योहार मनाते हैं. वो त्योहार का नाम क्या है? फूलदेई का त्योहार. कहाँ मनाते हैं? उत्तराखंड हिमालय अंचल में. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. फूलदेई का त्योहार कब मनाते हैं या किस ऋतु में मनाते हैं? किस ऋतु में मनाते हैं? बसंत ऋतु में मनाने जाने वाले एक त्योहार है फूलदेई का त्योहार. फूलदेई का त्योहार एक बच्चों का त्योहार है. ये सब आप पढ़ चुके हैं. तो इस त्योहार में बच्चे क्या क्या करते हैं? बच्चों का काम क्या है? ഇതിൽ കുട്ടികളെ ഒരു ഉത്സവമാണ്. അവർ ഈ ഉത്സവത്തിൽ, ഈ ഫെസ്റ്റിവലിൽ അവർ എന്തെല്ലാം ജോലി ചെയ്യുന്നുണ്ട്? അവരുടെ ജോലി എന്താണ്? ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, फूलदेई का त्योहार कैसे मनाते हैं? कैसे मनाते हैं फूलदेई का त्योहार? देखिए, फूलदेई का त्योहार बच्चे काम करते हैं. वहाँ देर शाम तक बच्चे फूल चुनते हैं. चुने गए फूलों को रिंगाल से बने खास तरह के टोकरियों में रखा जाता है. टोकरियों को रात भर पानी से भरी गागरों के ऊपर रख देते हैं. क्यों? എന്തുകൊണ്ടാണ് വെള്ളം നിറച്ചിട്ടുള്ള മൺകുടത്തിന് മുകളിൽ വെക്കുന്നത്? അത് രാവിലെ വരെ വാടാതിരിക്കാൻ. എന്തുണ്ട്? അവര് सुबह तक मुरझाना पाए. बाद सुबह पढ़ते हैं. बच्चे क्या करते हैं? बच्चों की टोलियां गांव भर में घूमती है. കുട്ടികളുടെ ഒരു സംഘം ഗ്രാമം മുഴുവൻ ചുറ്റിക്കറങ്ങുന്നു. എന്തിനാണ്? क्योंकि पिछले शाम चुने गए इन फूलों को घरों की देहरियों में सजाते हैं. അവര് ഈ പൂക്കളെ വീടുകളുടെ പടിവാതിൽക്കൽ അലങ്കരിക്കുന്നു. जिनके घरों में फूल सजाए जाते हैं, ഏത് വീട്ടിലാണോ, ആരുടെ വീട്ടിലാണോ ഈ പൂക്കളെ അലങ്കരിക്കുന്നത്, ആ വീട്ടുകാർ बच्चों को क्या क्या देते हैं? और घर वाले बच्चों को क्या क्या देते हैं? चावल, गुड़, दाल आदि देते हैं. दक्षिणा में
मिली यह सामग्री को 21 दिन तक इकट्ठा करते हैं बच्चे। 21वां दिन वे സാമൂഹിക ഭോജ്യം बनाते हैं. ഇവര് 21 ദിവസം വരെ ഈ സാധനങ്ങളെ കളക്ട് ചെയ്യുന്നുണ്ട്. അവസാനത്തെ ദിവസം 21ാം ദിവസം ഇവര് ഈ സാധനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? സമൂഹ സദ്യം ഒരുക്കുന്നു. ഇതിൽ നിന്ന് മുതിർന്നവരുടെ പങ്ക് എന്താണ്? കേവലം സജഷൻ കൊടുക്കാൻ മാത്രം, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം നല്ല. ബാക്കി ജോലിയെല്ലാം ആര് ചെയ്യുന്നത്? ബാക്കി സാരേ കാം ബച്ചേ കർത്തേ ഹെ. പിന്നെ ഇതില് ചൈത്യ ഗീത്, ഈ ഉത്സവത്തിൽ ചൈത്യ ഗീത് ചൈത്ര മാസത്തിൽ പാടുന്ന ഒരു പാട്ടുകൾ പാടുന്നുണ്ട്. ആ പാട്ട് പാടുന്നവര് ചൈത്യ ഗീത് ഗാനെ വാലെ ഔചി ഗാവമേ ധമക്തേ ഹെ. ഗ്രാമത്തിലെത്തുമ്പോൾ അവിടെ ആൾക്കാരുടെ തിരക്ക് കൂടുന്നു. ഇതാണ് വസന്തോത്സവത്തിന് അവര് വസന്ത ഋതുത്തിൽ ഫൂല് ദേക ത്യോഹാർ ഇങ്ങനെയാണ് അവര് ആഘോഷിക്കുന്നത്. ഇതിപ്പോ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത്ര അല്ലേ? നെക്സ്റ്റ് ശ്രദ്ധിക്കാം. बसंत की गुनगुनी धूप जब दोपहरी में तपाने लगती है तब ऊंचे हिमालय शिखरों पर बुरास चढ़कने लगते हैं. ഈ വസന്തത്തില് വെയിൽ ഉച്ച സമയത്ത് ചൂട് പൊള്ളാൻ തുടങ്ങുമ്പോൾ അവിടെ ഒരു പൂക്കൾ എന്നുവെച്ചാല് ഉയരമുള്ള ഹിമാലയ ശിഖരങ്ങളില് ബുറാസ് ഫ്ലവർ, ബുറാസ് ഒരു പൂവാണ്, ഇത് വിരിയാൻ തുടങ്ങുന്നത്. നിങ്ങൾ ബുറാസ് പൂ കണ്ടിട്ടുണ്ടോ? സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതാണ് ബുറാസ് ഫ്ലവർ. ചുവന്ന കളറുള്ള ഒരു ഫ്ലവറാണ് ഈ ബുറാസ് ഫ്ലവർ. ഓക്കെ, നെക്സ്റ്റ്. ബുറാസ് के फूल पहाड़ों पर शानदार लालिमा बिछा देते हैं. ഈ ബുറാസ് പൂക്കൾ മലകളിലെ ചുവപ്പ് പടർത്തുന്നു. അത് ഒരു ചുവന്ന കളറുള്ള ഫ്ലവർ ആയതുകൊണ്ട് അത് വിരിയുന്ന സമയത്ത് നമുക്ക് മലകളിൽ ഏതോ ഒരു നല്ലൊരു കാഴ്ച നമുക്ക് കാണാൻ കിട്ടുന്നത്. ചുവപ്പ് പടർന്ന ആ രീതി കാണുമ്പോൾ അല്ലേ? मकर संक्रांति से तपता सूरज अब नंदा पर्वत से चौखंबा पर्वत की ओर बढ़ने लगता है. ഈ മകരസംക്രാന്തി മുതൽ, മകരസംക്രാന്തി കഴിഞ്ഞ ശേഷമാണ് ഇവിടെ പഞ്ചാചോലിയിൽ നിന്ന് ചൗക്കമ്പലേക്ക് യാത്ര തുടങ്ങുന്നത് സൂര്യൻ. അപ്പോൾ ഇവിടെ പറയുന്നത് മകരസംക്രാന്തി മുതൽ ചുട്ടുപൊള്ളുന്ന ആ സൂര്യൻ നന്ദാ പർവ്വതത്തിൽ നിന്ന് ചൗക്കമ്പ പർവ്വതത്തിലേക്ക് മുന്നേറാൻ തുടങ്ങുന്നു. ഓർ ബടനെ ലഗത്താഹ് മുന്നേറാൻ തുടങ്ങുന്നു. ഈ ചൂട് പൊള്ളുന്ന സമയത്ത്, ചൂട് കയറാൻ തുടങ്ങുന്ന സമയത്ത് അവിടെ ഗംഗാ നദിയുണ്ട്. ആ ഗംഗാ നദിയിൽ എങ്ങനെയാണ് പ്രവാഹം ഒഴുകുന്നത് നോക്കാം. ഗംഗാമേ പാനി കി ധാര തേസ് ഹോ ജാതി ഹെ. ഗംഗാ നദിയിലെ ജലപ്രവാഹം ശക്തി പ്രാപിക്കുന്നു. ठंड के मौसम में बर्फीले इलाकों से निचले इलाकों में उतरे पक्षीचारक वापस घरों को लौटने लगते हैं. ഈ തണുപ്പ് കാലത്ത് മഞ്ഞ് മൂടിയ പ്രദേശങ്ങളിൽ നിന്ന് താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങിയ ഇടയന്മാർ, പശുചാരകർ പറഞ്ഞാൽ ഇടയന്മാർ, തിരികെ വീടുകളിലേക്ക് മടങ്ങുന്നു. അവര് തണുപ്പ് കാലത്ത് താഴ്വാരങ്ങളിലേക്ക് താഴെ ഇറങ്ങിയിട്ട് പോകുന്ന ആൾക്കാർ പിന്നെ മടങ്ങുന്നപ്പാണ് ഈ ചൂട് പൊള്ളുന്ന സമയത്താണ്, ചൂട് കയറുന്ന സമയത്താണ് അവരവരുടെ വീടുകളിലേക്ക് പോകുന്നത്. महीनों तक फैले चरागाहों, घने जंगलों और अनजान बस्तियों में भटकने के बाद अपने घर लौटने की खुशी उत्सव का माहौल रच देती है. മാസങ്ങളോളം ഇവരെന്ത് ചെയ്യുന്നുണ്ട്? മാസങ്ങളോളം പറന്ന മെച്ചിൽപ്പുറങ്ങളിലും പിന്നെ ഇടതുറന്ന കാടുകളിലും അപരിചിതമായ കോളനികളിലും അലഞ്ഞു തിരിഞ്ഞ ശേഷം സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നതിൻ്റെ സന്തോഷം ആഘോഷാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അത്രയും സന്തോഷമായിട്ടുണ്ടാവും അവർക്ക് ആ സമയത്ത്. ഈ നമ്മൾ ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഏത് രീതിയിലാണ് അവർക്ക് സന്തോഷം ഉണ്ടാവുക? അതേ രീതിയിലാണ് ഇവര് ഈ തണുപ്പ് കാലത്ത് താഴെ വന്നിട്ടുള്ള ആൾക്കാർ മുകളിൽ അവരവരെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവരെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം എങ്ങനെ ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. വേ ഗീത് ഗാതേ ഹേ നാച്ചതേ ഹേ. ആ സമയത്ത് വീടുകളിലേക്ക് പോകുന്ന സമയത്ത്, മടങ്ങുന്ന സമയത്ത് അവര് പാട്ട് പാടുന്നുണ്ട്, പിന്നെ നൃത്തം ചെയ്യുന്നുണ്ട്.
पशुचारकों के साथ उनके भेड़ बकरियां घोड़े कच्चर और कुत्ते भी होते हैं ഈ ഇടന്മാരോടൊപ്പം ഏതെല്ലാം ഭേഡ് ബക്കറിയ ചെമ്മരിയാടും ഘോഡെ ഖച്ചർ കുതിരകളും പിന്നെ കുത്താ भी होते हैं നായ്ക്കളും ഉണ്ടാകും रास्ते में आने वाले गांवों से उनका लेन देन भी होता रहता है ഗ്രാമങ്ങളിൽ അവർ വരുന്ന ആ വഴികളിൽ കിട്ടുന്ന ഗ്രാമങ്ങളിൽ അവരുടെ കച്ചവടവും നടക്കാറുണ്ട് ഈ ലേനദ് എന്ന് പറഞ്ഞാൽ കച്ചവടം അവരാ വ്യാപാരം ചെയ്യുന്നത് ആ ഗ്രാമങ്ങളിൽ വെച്ചിട്ടാണ് തിരികെ വരുന്ന സമയത്ത് തിരികെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് जानवरों के साथ साथ कीड़ा जड़ी करण और चरु जैसी दुर्लभ हिमालयी जड़ी व औषधियां भी बेचते हैं ഇവരെന്ത് ചെയ്യുന്നുണ്ട് ഇവര് പോകുന്ന സമയത്ത് ഇവർ ഒന്നിച്ച് അവർ മൃഗങ്ങളോടൊപ്പം അവരുടെ കയ്യില് അപൂർവമായ ഹിമാലയം വേരുകൾ നമ്മൾ കീടാചെടി കണ്ടിട്ടുണ്ടോ കീടാചെടിയും പിന്നെ കരണ് ചരു നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും ഈ കീടാചെടി പിന്നെ കരണ് ചരു പറഞ്ഞ ഔഷധ ചെടികളാണ് ഇവയൊക്കെ അപ്പൊ ഇതിനൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട് വിൽക്കുന്നത് അവർ തിരികെ വരുന്ന സമയത്ത് അവർ വിൽപ്പന നടത്തുന്നുണ്ട് ഇൻ ഗാവോं से इनका सदियों का रिश्ता है ഈ ഗ്രാമങ്ങളുമായി ഇവർക്ക് നൂറ്റാണ്ടുകളുടെ ബന്ധമുണ്ട് इसलिए उसी वक्त पूरी कीमत चुकाना जरूरी नहीं होता അതുകൊണ്ട് ഉടനെ അവർക്ക് ആ വസ്തുക്കൾ അല്ലെങ്കിൽ ഏത് വസ്തുക്കളാണോ സാധനങ്ങളാണോ അവർ വിൽക്കുന്നത് ആ സാധനങ്ങളുടെ മുഴുവൻ വിലയും അതേ സമയത്ത് നൽകേണ്ടതില്ല തിരികെ അവര് മഞ്ഞ് മൂടിയ സമയത്ത് അവർ തിരികെ താഴ്വാരത്ത് വരുന്നല്ലോ ആ സമയത്ത് അവര് അതിന് ഈടാക്കുന്നതാണ് बर्फीले मौसम में निचले इलाकों की और जाते वक्त पुरानी वसूली की जाती है ഇവര് താഴെ മഞ്ഞുകാലത്ത് താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ആ പഴയ കണക്കുകൾ ഇവര് ഈടാക്കുന്നു मजे की बात है कि नकद उधार के आंकड़े कहीं दर्ज नहीं होते ഒരു രസകരമായ കാര്യമുണ്ട് എന്താണ് ഈ റൊക്കം കടങ്ങളുടെ കടം കൊടുത്തത് എടുത്തത് ഈ കണക്ക് അവർ എവിടെയും രേഖപ്പെടുത്താറില്ല ഇതാണ് അവരെ സംബന്ധിച്ചിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം आपसी विश्वास के दम पर वर्षों से यहाँ यह लेन देन चल रहा है आपसी വിശ്വാസം പരസ്പര വിശ്വാസത്തിന്റെ ഊർജത്തിൽ വർഷങ്ങളോളം ഇവിടെ കൊടുക്കലും വാങ്ങലുകളും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ നിങ്ങൾക്ക് ഇത്ര മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇങ്ങനെയാണ് അവര് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് സാധനങ്ങൾ വിൽക്കുന്നത് അതിന് കാശ് അല്ലെങ്കിൽ പൈസ എങ്ങനെ വാങ്ങുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നെക്സ്റ്റ് പാരഗ്രാഫ് ശ്രദ്ധിക്കാം पशुचारकों के जत्थे जब गुजर जाते हैं तब गांव की जड़ में बहती गंगा से सटकर बनी सड़ीली सड़क पर हलचल बढ़ जाती है ഈ പശുചാരകർ ഇടയന്മാരുടെ ഒരു സംഘം കടന്നു പോകുമ്പോൾ ഗ്രാമത്തിന്റെ അറ്റത്ത് ഗ്രാമത്തിന് താഴെ ഒഴുകുന്ന ഗംഗാ നദിയോട് ചേർന്നിട്ടുള്ള വളഞ്ഞു തിരിഞ്ഞിട്ടുള്ള സർപ്പീലി സടക്ക് വളഞ്ഞു തിരിഞ്ഞിട്ടുള്ള സിഗ്സാഗ് റോഡ് ആ റോഡില് ആളുകാരുടെ തിരക്ക് കൂടുന്നു ഹൽച്ചൽ ബഡാതെ ബഹളം കൂടുന്നു ബദ്രിനാഥ് കേദാർനാഥ് गंगोत्री और यमुनोत्री की ओर आने वाले पैदल यात्री धामों के कपाट खुलने से काफी पहले आने लगते हैं ഈ ബദ്രിനാഥ് കേദാർനാഥ് ഗംഗോത്രി യമുനോത്രിയിലേക്ക് കാൽനട യാത്രക്കാർ ക്ഷേത്ര കവാടങ്ങൾ തുറക്കുന്നതിന് മുമ്പേ തന്നെ വളരെ മുമ്പേ വന്നു ചേരുന്നു ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പറ്റും ഞങ്ങൾക്ക് ഇത് ഗംഗോത്രിയാണ് പിന്നെ ഇതില് ബദ്രിനാഥ് ഉണ്ട് പിന്നെ കേദാർനാഥ് ഇതാണ് ബദ്രിനാഥ് ഇനി കേദാർനാഥ് ടെമ്പിൾ ഇതൊരു ടെമ്പിളാണ് ഇതെല്ലാം ടെമ്പിളാണ് കാണുന്നത് ഇത് കേദാർനാഥ് ടെമ്പിളാണ് സ്ക്രീനിൽ കാണുന്നത് അതേപോലെ യമുനോത്രി ഇതാണ് യമുനോത്രി ഇപ്പൊ നിങ്ങൾക്ക് 4 അമ്പലങ്ങൾ കണ്ടു അല്ലെ ബദ്രിനാഥ് കേദാർനാഥ് ഗംഗോത്രി ഇത് ഗംഗോത്രിയാണ്
പിന്നെ യമുനോത്രി. ഈ ക്ഷേത്രങ്ങളിലേക്ക് വരുന്ന ആൾക്കാർ മുമ്പേ തന്നെ ആ ക്ഷേത്ര കവാടങ്ങൾ തുറക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഇവർ വന്നു ചേരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുന്നുണ്ട്. सुदूर दक्षिण से आने वाले महात्मा कई बार हमारे गांव तक आ जाते हैं. തെക്കു നിന്ന് വരുന്ന ഭക്തര് പല തവണ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരാറുണ്ടായിരുന്നു. ഉൻകെ ഹാത്ത് മേ എക് താര ഹോത്താ ഹെ. അവരുടെ കയ്യില് എന്തുണ്ടാവും? ഒറ്റക്കമ്പി വാദ്യം. ചില വീണ വായിക്കുന്ന കണ്ടിട്ടുണ്ടാവും. അതേപോലത്തെ ഒരു ഇതാണ് സാധനമാണ്. അപ്പോൾ ഒറ്റക്കമ്പി വാദ്യങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ടാവും. और उसके संगीत पर वे भजन गाते हैं. അതിന്റെ സംഗീതത്തോടൊപ്പം അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവര് ഭജന പാടുന്നുണ്ടായിരുന്നു. बद्रीनाथ और केदारनाथ के मुख्य पुजारी आज भी दक्षिण भारत से नियुक्त होते हैं. ഈ ബദ്രിനാഥ് കേദാർനാഥിലേക്ക് വരുന്ന പ്രധാന പൂജാരികൾ ഇന്നും ദക്ഷിണേന്ത്യയിൽ നിന്നാണ് നിയമിക്കപ്പെടുന്നത്. सूरज जब चौखंबा पर्वत के ठीक पीछे से उदय होने लगता है, जब जेठ शुरू हो जाता है. ഈ സൂര്യൻ ചൗക്കമ്പ പർവ്വതത്തിന്റെ തികച്ചു പിന്നിൽ നിന്ന് ഉദിക്കാൻ തുടങ്ങുമ്പോഴാണ് മിഥുനമാസം. മിഥുനമാസം എന്നാൽ ചൂട് സമയം ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പഞ്ചാചൂലിയിൽ നിന്ന് സൂര്യന് ചൗക്കമ്പ പർവ്വതത്തിലേക്ക് വരുന്നത് യാത്ര തുടങ്ങുന്നത് അല്ലേ. അപ്പൊ പഞ്ചാചൂലിയിൽ നിന്ന് യാത്ര തുടങ്ങുന്ന സമയത്ത് തണുപ്പാണ് ഉള്ളത്. പിന്നെ ചൗക്കമ്പയിലേക്ക് എത്തുന്ന സമയത്താണ് ചൂട് തുടങ്ങുന്നത്. അപ്പൊ അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. പഹാഡ് കി സടക്കെ ഗാഡിയോ സെ ഭർ ജാതി ഹെ. ആ സമയത്ത് ഈ ചൂട് കൂടുന്ന സമയത്ത്, ചൂട് വരാൻ തുടങ്ങുന്ന സമയത്ത് എന്താണ്? പർവ്വത വീതികൾ, ആ മലകളിൽ താഴെ വരുന്ന റോഡുകളില് വാഹനങ്ങളാൽ നിറയുന്നു. അപ്പോ अपने घर की छत से जब मैं बद्रीनाथ यात्रा मार्ग की भीड़ देखता हूँ तो भूल जाता हूँ कि महज 2 महीने पहले यह घाटी एकदम शांत थी. अपने घर की, എന്റെ വീടിന്റെ മുകളിൽ നിന്നുകൊണ്ട് ബദ്രിനാഥിലേക്കുള്ള യാത്രാ വഴിയിൽ തിരക്ക് കാണുമ്പോൾ, ഭീഡ് ദേഖത്താ, തിരക്ക് കാണുമ്പോൾ എന്താണ്? ഒരു 2 മാസം, 2 മഹീനെ, ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് ആ മലഞ്ചെരിവ് ജിഗ്സാഗ് റോഡ് തികച്ചു ശാന്തമായിരുന്നു എന്ന് ഞാൻ മറന്നു പോകുന്നുണ്ട് എന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്നുവെച്ചാല് 2 മാസം മുമ്പ് അവിടെ എന്താണ്? തികച്ചു ശാന്തമായ ഒരു ഏരിയമാണ്. അപ്പോൾ മഞ്ഞ് കൂടുന്ന സമയത്ത് ബദ്രിനാഥ്, കേദാർനാഥ്, ഈ ഗംഗോത്രി, യമുനോത്രി അമ്പലങ്ങളിലേക്ക് ആരും ആൾക്കാർ വരാറില്ല. ആ മഞ്ഞുകാലം പോയ ശേഷമാണ് അവിടെ ആൾക്കാർ തിരക്ക് കൂടുന്നത്, ആൾക്കാരുടെ തിരക്ക് കൂടുന്നത്, അമ്പലങ്ങളിലേക്ക് പോകുന്നത്. സദിയോं से यह ऋतुचक्र यूं ही चलता आ रहा है. നൂറ്റാണ്ടുകളായിട്ട് ഈ ഋതുചക്രം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഹിമാലയ അപ്നി ജഗഹ് മൗജൂദ് ഹെ. പക്ഷേ ഹിമാലയം തലസ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. और सूरज मुस्तैदी से अपनी यात्रा कर रहा है. പക്ഷേ സൂര്യന് എന്ത് ചെയ്യുന്നുണ്ട്? വേഗതയോടെ തന്റെ യാത്ര തുടരുന്നു. पंचाचूली की 5 चोटियों की ओर से जब सूरज प्रकट होता है तब मेरे गांव में हांड कंपा देने वाले ठंड पड़ती है. സൂര്യന് പഞ്ചാചൂലിയുടെ കൊടിമടുകളുടെ നേരെ സൂര്യന് പ്രത്യക്ഷപ്പെടുമ്പോൾ എന്താണ്? സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തണുപ്പ് തുടങ്ങുന്നു. सूरज जब चौखंबा शिखर से उगता है तब जेठ की गर्मी चरम पर होती है. ഈ സൂര്യന് ചൗക്കമ്പ ശിഖരങ്ങളിൽ നിന്ന് ഉദിക്കുമ്പോൾ മിഥുന മാസത്തിലെ ചൂട് പരമോന്നതിയിലേക്ക് എത്തുന്നു. इन दोनों पर्वतों के बीच खड़े नंदा पर्वत के आसपास सूरज की उपस्थिति मेरे गांव में बसंत के बौराने का प्रतीक है. ഈ 2 പർവ്വതങ്ങളുടെ നടുക്ക് നിൽക്കുന്ന ഏത്? നന്ദാ പർവ്വത്. ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്,
ചൗഖംബ പിന്നെ പഞ്ചാചൂലിയുടെ നടുവിൽ വരുന്ന പർവ്വതമാണ് നന്ദാ പർവ്വതം. ആ പർവ്വതത്തിലേക്ക് സൂര്യൻ എത്തുന്ന സമയത്താണ് അവിടെ എന്താണ് വസന്തം ആരംഭിക്കുന്ന ഒരു സൂചന, അടയാളമാണ് നമുക്ക് അത് നൽകുന്നത്. दादी कहती थी जब तक हिमालय रहेगा ഋതുओं के बदलने का उल्लास बना रहेगा. ദാദി പറഞ്ഞാൽ ആരാണ്? മുത്തശ്ശി പറയുമായിരുന്നു എന്താണ്? ഹിമാലയം ഉള്ളിടത്തോളം ഋതുഭേദങ്ങളുടെ ഉല്ലാസം നിലനിൽക്കുന്നു എന്ന് വെച്ചാല് ഈ ഹിമാലയ ഉള്ളത് കൊണ്ടാണ് നമ്മളുടെ ഭാരതത്തിന് രക്ഷാ കവചം ഏതാണ്? ഹിമാലയം. ഭാരതത്തിന്റെ രക്ഷാകവചം ഹിമാലയം ആയതുകൊണ്ട് നമുക്ക് ഈ ഋതുചക്രം ഇങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും ഈ പാഠം അല്ലെ? ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഫുൽദേയി കാ ത്യോഹാർ. പിന്നെ ഈ ഫുൽദേയി കാ ത്യോഹാർ കഴിഞ്ഞ ശേഷം സൂര്യന് ഇവിടേക്ക് ചൗഖംബ നന്ദാ പർവ്വതത്തിൽ നിന്ന് അതേ ചൗഖംബയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ചൂട് കൂടുന്നുണ്ട്. ആ ചൂട് കൂടുന്ന സമയത്ത് ഗംഗാനദിയിലെ പ്രവാഹം വേഗതയോടെ കൂടുന്നുണ്ട്. പിന്നെ അവിടെ ടെമ്പിളിലേക്ക് ഏതെല്ലാം ടെമ്പിൾ പറഞ്ഞിട്ടുള്ളത്? ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി. ഈ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരുടെ തിരക്ക് കൂടുന്നുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു.